എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ട്രാക്കിംഗ് അല്ല, LMBനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇൻവെർട്ടോ അൾട്രാ ബ്ലാക്ക് LMB. ഈ ബ്ലാക്ക് LMB 3116 എന്ന മോഡൽ നമ്പറുള്ള പഴയ LMB പുതിയ LMB തമ്മിലുള്ള സിഗ്നലിന്റെ മാറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. 3116 ആദ്യത്തെ LMB റൗണ്ട് ടൈപ്പ് ആയിരുന്നു. ഈ റൗണ്ട് ടൈപ്പിന് ഗുണം എന്താ വെച്ചാൽ ഇൻവെർട്ടോ LMB ഫുജി LMB കൂടി മോഡിഫൈ ചെയ്യാം. പിന്നീട് അവർ പുതിയ മോഡൽ ഇറക്കി, അതിൻ്റെ ഉള്ളിൽ ചതുര ടൈപ്പ് ആയിരുന്നു, അത് മോഡിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ 3116 ഉള്ളിൽ റൗണ്ട് ടൈപ്പ് ആണോ ചതുരാണോ എന്നുള്ളത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ LMB ആണ് പുതിയ മോഡൽ LMB. നോക്കുക, 3116 മോഡല് ഉണ്ടല്ലോ. ഇതിന്റെ ടോപ്പിന്റെ ഭാഗം ആദ്യത്തെ മോഡൽ വെള്ള കളറായിരുന്നു, ഇപ്പൊ കറുപ്പാണ് വരുന്നത്. ഇതിന്റെ കവർ ഊരിയിട്ട് കാണിക്കാം ഞാൻ, ഇതിന്റെ ഉള്ളിലെ ചതുരത്തിലാണോ റൗണ്ടിലാണോ എന്നുള്ളത്. ഇതിന്റെ കവർ നോക്കാം. ആദ്യം നമുക്ക് ഇറങ്ങിയിരുന്ന അതേ മോഡൽ തന്നെയാണ് ബോക്സ് ഒക്കെ വരുന്നത്. ഓക്കെ, അതിന്റെ കൂടെ ഒരു കേരളവും ഉണ്ട്. ഇത്രയും സാധനമാണ് ഒരു LMBയുടെ കൂടെ വരുന്നത്. ആദ്യത്തെ പോലെ തന്നെ ഒരു കേരളവും അതിന്റെ ഒരു കവറിങ്ങും ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ കിട്ടുന്ന സിഗ്നൽ നോക്കാം. ഇൻവെർട്ടോന്റെ പഴയ മോഡൽ LMB ആണത്. 3116 ആണ്. ഇതിന്റെ ടോപ്പ് കണ്ടല്ല വെള്ള കളറാണ്. ഇപ്പോൾ വരുന്നത് കറുപ്പ് കളറായിട്ടാണ് വരുന്നത്. പഴയ മോഡൽ LMB ആണത്. ഞാനിത് ഡിഷിന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ടോപ്പ് ഊരിയിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗം നോക്കുക, പഴയ മോഡലിന്റെ ഉൾഭാഗം റൗണ്ട് ടൈപ്പാണ്. പുതിയ മോഡലിന്റെ ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കാം. LMBന്റെ സിഗ്നൽ തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിയാൻ ഞാൻ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് യാസാറ്റ് ആണ്. 52 ഡിഗ്രി. ആദ്യം ഇറങ്ങിയ 3116 LMB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിന്റെ സിഗ്നൽ ഓരോ ടീമിന്റെ നോക്കുക. പിന്നീട് നമുക്ക് LMB ഊരിയിട്ട് പുതിയ മോഡലിന്റെ സിഗ്നൽ നോക്കാം. LMBന്റെ സ്ക്യൂ നോക്കുക, കറക്റ്റ് ഈ നെട്ടിന്റെ ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത LMB വെക്കുമ്പോൾ അതേ രീതിയിൽ വെക്കണം, എന്നാലും നമുക്ക് അതിന്റെ കറക്റ്റ് സിഗ്നൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ പുറത്തേക്ക് ഞാൻ 7 സെന്റിമീറ്ററാണ് തള്ളി വെച്ചിട്ടുള്ളത്. അതേ രീതിയിൽ അടുത്ത LMB വെക്കുമ്പോഴും ചെയ്യാം. യാസാറ്റ് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ടീപ്പിന്റെ സിഗ്നൽ മീറ്ററിൽ നോക്കാം. മീറ്റർ കൊടുത്തു വെച്ചിട്ടുണ്ട്. സിഗ്നൽ നോക്കുന്ന ടൈം പകൽ ടൈമാണ്. 9:54 7-ാം തീയതി. ബസർ ഓൺ ചെയ്യാം. ഇനി ഓരോ ടീപ്പിന്റെ സിഗ്നൽ നിങ്ങൾ നോക്കുക. ബസർ അടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബസർ അടിക്കാത്തതും ബസർ അടിക്കുന്നതിൻ്റെയും ഓരോ ടിപ്പുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആദ്യത്തെ സിഗ്നൽ കണ്ടത് പഴയ മോഡലിലാണ്. ഇനി പുതിയ മോഡൽ LMB കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സിഗ്നൽ നോക്കാം. പുതിയ മോഡൽ LMB കണക്ട് ചെയ്തു. പുറത്തേക്ക് 7 സെന്റിമീറ്റർ തള്ളി വെച്ചിട്ടുണ്ട്. കേബിൾ കൊടുത്ത രീതി നോക്കാം. ഉണ്ടല്ലോ, കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. LMBന്റെ സ്ക്യൂ കറക്റ്റാണ്. ഇനി സിഗ്നൽ നോക്കാം. രണ്ടാമത്തെ LMB ചെക്ക് ചെയ്യുന്ന ടൈം 10:16 രണ്ടാമത്തെ LMBന്റെ സിഗ്നൽ നോക്കുന്നത്. $11,939 TP പുതിയ LMBക്ക് സിഗ്നൽ കിട്ടുന്നുണ്ട്. അതായത് ബസർ അടിക്കുന്നുണ്ട്. പഴയ LMBക്ക് ബസർ അടിക്കുന്നില്ലായിരുന്നു. 54% കിട്ടുന്നുണ്ട്. 54 കറക്റ്റ് വന്നാൽ
ബസറടിക്കുള്ളൂ. അപ്പോൾ പുതിയ LMP ബസറടിക്കുന്നുണ്ട്. പുതിയ LMP ടോപ്പ് ഊരിയിട്ട് കാണിക്കാം. പഴയ LMP ഉള്ളിൽ നോക്കുക, റൗണ്ട് ടൈപ്പാണ്. അതിൻ്റെ വെർട്ടിക്കൽ ഹൊറിസോണ്ട്, അതിൻ്റെ നോബ് വരുന്ന ഗോൾഡ് കളറാണ്. ഇനി പുതിയ LMP നോക്കുക, അതിൻ്റെ ടോപ്പ് ഊരിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കുക, ഗോൾഡ് കളർ തന്നെയാണ്. റൗണ്ട് ടൈപ്പാണ്. നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പുതിയ LMP പഴയ LMP ചെക്ക് ചെയ്തപ്പോൾ ഒരേ രീതിയിലുള്ള സിഗ്നലാണ് കിട്ടുന്നത്.